തണുപ്പ് സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദിവസവും ഇതിൽ ഒരെണ്ണം കഴിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് എള്ള് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു എള്ള് ആദ്യം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ വറുത്തെടുക്കാം. ഇതൊന്ന് പൊട്ടി വരും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഒരുപാട് വറക്കരുത്, ഒരു കയ്പ്പ് രുചി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടലയാണ്. ഇത് വറുത്ത കടലപ്പരിപ്പാണ്. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. 1.5 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി വറുത്ത കടലയാണ്, എങ്കിൽ കൂടി നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടും. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. കളറൊന്നും ഒരുപാട് മാറേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ആദ്യം നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വരണം. ഒന്ന് ഡ്രൈ ആയി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങ ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എള്ളിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ എള്ള് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മാത്രമാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നേരത്തെ ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന എള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സെയിം മിക്സറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഈ ഒരു പാകത്തിന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കുമ്പോൾ ഈ ഒരു സ്വീറ്റിന് നല്ല മധുരം കാണും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, 1/4 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചോളൂ. ഇതിലിപ്പോൾ അഴുക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടെ വരുമ്പോൾ ഈ ഒരു സ്വീറ്റിന് നല്ല രുചിയാണ്. അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പലഹാരം നമുക്ക് 1-2 ആഴ്ചയോളൊക്കെ നമുക്ക് പുറമേ വെക്കാവുന്നതാണ്. അപ്പോൾ വറക്കാതെ ചേർക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയും. അതുകൊണ്ടാണ് വറുത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ള് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ള് തണുപ്പ് സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ എള്ള് ദിവസവും കഴിക്കുന്നത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ്. പൊട്ടുകടല കൂടെ വരുമ്പോൾ പ്രോട്ടീൻ റിച്ചും കൂടെ ആയിക്കോളും. ശരിക്കും ഇതിൽ നിന്നും ഒരെണ്ണം രാവിലെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജാതിക്കാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരല്പം പറ്റിലാണ് ഇരിക്കുന്നത്. ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായാൽ മതി. ഇനി ഇതിൻ്റെ ചൂടാറുമ്പോഴേക്കും ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് ആറി വരുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ഒരല്പം ആറിയൊക്കെ വന്നിട്ടുണ്ട്. ചൂട് അല്പം ആറി വന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. കയ്യിൽ നെയ്യൊന്നും ആക്കേണ്ട ഒരാവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എള്ളും പൊട്ടുകടലയും ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതിൽ നിന്നും ഒരെണ്ണം ദിവസവും കഴിച്ചാൽ മതി. ശരീരത്തിന് വരുന്ന മിക്ക പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികളായാലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.